പറിച്ച് അത് കൊടു. നദീനെ പൊട്ടിച്ചേരാ എന്നാ അതാ അതാ മുരിങ്ങ കപ്പല്ല, മുരിങ്ങ ചപ്പ്. നമുക്ക് മുള്ളങ്കിയിൽ ഇട്ട് വെക്കാനും മുരിങ്ങ ചപ്പ് പറിച്ച് പറിക്കും. ഇങ്ങനെ പറിച്ച് എപ്പോഴാ തീരുവ? മുള്ളങ്കീൻ്റെ ചപ്പും മുരിങ്ങ ചപ്പും കൂടി ഒരുമിച്ച് വെക്കാലട്ടാ. അക്കൂട് പറിക്കും ഇന്നേ. നദീന് പറിക്കണ അത് പിടിക്കാൻ പറ്റാണ്ടോ കുറിച്ച്? അക്കൂട് നുള്ളിയിടും. അക്കൂട് മരത്തുനിന്ന് തന്നെ നുള്ളിയിട്ട് പറിച്ച്. അക്കുടു ഇതെന്തെന്നാ? മുരിങ്ങ ചപ്പ്. മുങ്ങയല്ല, മുരിങ്ങ. മുള്ളങ്കീൻ്റെ ചപ്പും മുരിങ്ങ ചപ്പും മുള്ളങ്കീൻ്റെ കായൊക്കെ കൂടിയിട്ട് തരുവൊക്കെ എന്താ? നീ ഇപ്പൊ പറിച്ചില്ല നമ്മള് മുള്ളങ്കി മുറിച്ചിടുക ചെറുങ്ങനെ. ഷെണ്ട് മാറ്റൂല, ഷണ്ടല്ല തണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ടിതാ അത് പറിക്കും. ഭയങ്കര ഉറപ്പാ. മുള്ളങ്കീൻ്റെ ചപ്പ് നദീനയിൽ മുറിച്ചിട്ട മുള്ളങ്കീല് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് മുള്ളങ്കീൻ്റെ ചപ്പും കൂടി മുറിച്ചിട്ട് ഉപ്പേരി വെച്ചാല് മുള്ളങ്കിയും മുരിങ്ങാ ചപ്പും മുള്ളങ്കീൻ്റെ ചപ്പും കൂടി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പേരി വെക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ചപ്പ് ഉപ്പേരിക്ക് ആദ്യം വെളുത്തുള്ളി ചതച്ചെടുക്കാം. ചെറുങ്ങനെ ചതച്ചാൽ മതി. കാന്താരി മുളകും കൂടി, കാന്താരി മുളക് കുറച്ചതുകൊണ്ട് പച്ചമുളകും കൂടി കൂട്ടിയിട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അധികം അരിയണ്ട, ഒതുങ്ങിയാൽ മതി. മുറിച്ചിട്ടതിലേക്ക് ഒതുക്കിയതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഉള്ളി മുറിച്ചിട്ട് കൊടുക്കാം. വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വീട്ടിലുള്ള മുള്ളങ്കിയും മുരിങ്ങ ചപ്പും ആയതുകൊണ്ട് വളമൊന്നും ഇടാത്തതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മുള്ളങ്കീൻ്റെ കായും ചപ്പും കൂടി ഒരുമിച്ച് വെച്ചാൽ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ചതച്ചത് എണ്ണയിലേക്ക്. അതൊന്ന് മൂക്കണം. നമ്മുടെ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചപ്പും മുള്ളങ്കീൻ്റെ കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടിനും ഒരേ വേവാണ്. ചപ്പ് വേകുമ്പോൾ തന്നെ ഈ കിഴങ്ങും വെന്തോളും. ചപ്പ് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആവണ്ട, അതുകൊണ്ട് ഇത് വേണം. നമ്മുടെ പേര് ആയിട്ടുണ്ട്. ഇത് വാങ്ങി വെക്കാം.